നമസ്കാരം. വയനാടിന് സാമ്പത്തിക സഹായം തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച നടക്കുന്നത്. വയനാട്ടിലെ നിലവിലെ സാഹചര്യം മുഖ്യമന്ത്രി ഇന്ന് പ്രധാനമന്ത്രിയെ അറിയിക്കും. മോഡി മൂന്നാം വട്ടവും പ്രധാനമന്ത്രിയായ ശേഷം ഇരുവരും ഡൽഹിയിൽ നടത്തുന്ന ആദ്യ ഔദ്യോഗിക കൂടിക്കാഴ്ചയാണിത്. കേരളം 2000 കോടിയുടെ പാക്കേജാണ് കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നത്. ഇക്കാര്യത്തിൽ വിശദമായ മെമ്മോറണ്ടം സമർപ്പിക്കാൻ കേന്ദ്രം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഏതാണ്ട് 15 ദിവസം എടുത്താണ് കേരളം മെമ്മോറണ്ടം തയ്യാറാക്കി കേന്ദ്രത്തിന് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ മാസം 30-നാണ് വയനാടിനെ ഒന്നാകെ തകർത്തെറിഞ്ഞ ദുരന്തമുണ്ടായത്. ഉരുൾപൊട്ടലിൽ 4 ഗ്രാമങ്ങളാണ് ഒലിച്ചുപോയത്. മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങൾ വാസയോഗ്യമല്ലാത്ത വിധമായി തീരുകയും ചെയ്തു. 416 പേരാണ് ദുരന്തത്തിൽ മരിച്ചത്. 120ഓളം പേർ ഇനിയും കണ്ടെത്താനുണ്ട്. ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാനായി പ്രത്യേക ടൗൺഷിപ്പ് നിർമ്മിക്കാനാണ് കേരളം ലക്ഷ്യമിടുന്നത്. ദുരന്തബാധിതരെ ക്യാമ്പുകളിൽ നിന്നും താൽക്കാലികമായി വീടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേസമയം പ്രധാനമന്ത്രി വയനാട് സന്ദർശിച്ചിരുന്നു. ദുരന്തമുഖത്തെ കാഴ്ചകൾ അദ്ദേഹം ദൃശ്യങ്ങൾ മാത്രമായല്ല കണ്ടത്, മറിച്ച് ദുരന്തം നടന്ന സ്ഥലങ്ങളിൽ നേരിട്ടെത്തി അവിടുത്തെ സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുകയായിരുന്നു. അദ്ദേഹത്തിനൊപ്പം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഉണ്ടായിരുന്നു. ആദ്യം അദ്ദേഹം സന്ദർശനം നടത്തിയത് ഉരുൾപൊട്ടലിൽ തകർന്ന സ്കൂളിലായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന ജീവിച്ചിരിക്കുന്ന കുട്ടികളുടെ അവസ്ഥയെക്കുറിച്ചും അവരുടെ ഇനിയുള്ള പഠനത്തെക്കുറിച്ചും അദ്ദേഹം തിരക്കിയിരുന്നു. കുട്ടികളെ പഠനത്തിനായി മറ്റ് സ്കൂളുകളിലേക്ക് മാറ്റി മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളുടെ പുനരധിവാസത്തെക്കുറിച്ചും അദ്ദേഹം ചോദിച്ചറിഞ്ഞു. ഏതാണ്ട് 32 കുട്ടികൾ ദുരന്തത്തിൽ മരിച്ചിരുന്നു. കുട്ടികളുടെ പുനരധിവാസത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ADGP M അജിത് കുമാർ മറുപടിയും നൽകിയിരുന്നു. ഏകദേശം 7 മണിക്കൂറോളമാണ് അദ്ദേഹം ദുരന്തമുഖത്ത് ചെലവഴിച്ചത്. ദുരന്തത്തിന്റെ വ്യാപ്തി സന്ദർശനത്തിലൂടെ അദ്ദേഹത്തിന് മനസ്സിലാവുകയും ചെയ്തു. സ്ഥലത്തെ പ്രധാന വ്യക്തികളുമായി അദ്ദേഹം സംസാരിച്ചു. കൂടാതെ ദുരന്തത്തിൽ അകപ്പെട്ട് ആശുപത്രിയിലായിരുന്നവരെയും അദ്ദേഹം സന്ദർശിച്ചു. അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതേസമയം വയനാടിന് സഹായഹസ്തവുമായി വിവിധ സംസ്ഥാന സർക്കാരുകൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ് സർക്കാരുകളാണ് ധനസഹായം പ്രഖ്യാപിച്ചത്. പുനരധിവാസത്തിനായി UP സർക്കാർ 10 കോടിയാണ് അനുവദിച്ചത്. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് തുക കൈമാറുന്ന കാര്യം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ അറിയിച്ചത്. കഴിഞ്ഞ ദിവസം ഗവർണർ വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനത്തിന് സഹായം അഭ്യർത്ഥിച്ച് യോഗിക്ക് കത്തയച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് യോഗി ധനസഹായം പ്രഖ്യാപിച്ചത്. UPയിലെ ജനങ്ങളും സർക്കാരും കേരളത്തിനൊപ്പമാണെന്നും ഗവർണർക്ക് അയച്ച കത്തിൽ യോഗി വ്യക്തമാക്കി. മധ്യപ്രദേശ് 20 കോടിയാണ് കേരളത്തിന് ധനസഹായമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിന് പുറമെ ത്രിപുരയ്ക്കും 20 കോടി നൽകും. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവാണ് ധനസഹായം പ്രഖ്യാപിച്ചത്.